അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വഹീഖുൽ ഖുർആനിന്റെ മൂന്നാമത്തെ സെഷനിലെ 17ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ ബുറൂജിലെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ആ വചനങ്ങളുടെ ഖിറാഅത്തൊന്ന് ശ്രവിക്കാം. أعوذ بالله من الشيطان الرجيم وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. ഇനി നമുക്ക് ആദ്യമായി 8-9 വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും നോക്കാം. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അഥവാ പ്രതാപശാലിയും സ്തുത്യർഹനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവർ അഥവാ കത്തി നശിപ്പിക്കപ്പെട്ട സത്യവിശ്വാസികൾ വിശ്വസിച്ചു എന്നതല്ലാതെ അവരെക്കുറിച്ച് മറ്റു യാതൊന്നും തന്നെ കുറ്റപ്പെടുത്തുവാൻ ഇല്ലതാണ്. വമാ നഖമൂ എന്ന് പറഞ്ഞാൽ അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ആക്ഷേപിച്ചിട്ടില്ല. മിൻഹും എന്ന് പറഞ്ഞാൽ അവരെ അഥവാ സത്യനിഷേധികളായുള്ള ആളുകളെ അവരെക്കുറിച്ച് യാതൊരു വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങളും ഇവർ നടത്തിയിട്ടില്ല. ഈ വിശ്വാസികൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാണ്. മറിച്ച് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇല്ലാ അൻ യുഅ്മിനൂ, അവർ വിശ്വസിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. അഥവാ അവർ വിശ്വസിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബില്ലാഹി, അല്ലാഹുവിൽ അവർ വിശ്വസിച്ചു. അൽ അസീസ്, പ്രതാപശാലിയും, അൽ ഹമീദ്, സ്തുത്യർഹനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവർ വിശ്വസിക്കുന്നത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറ്റു രീതിയിൽ അവരെ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും തന്നെ ആ വിശ്വാസികളായുള്ള ആളുകൾ ചെയ്തിട്ടില്ല എന്നാണ്. 9ാമത്തെ വചനം അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഏത് അല്ലാഹുവിനെയാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്നുകൂടി ശേഷമുള്ള വചനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ ഉള്ളത് അവനിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു. ആ അള്ളാഹു ആകട്ടെ എല്ലാ കാര്യങ്ങൾക്കും ദൃക്സാക്ഷിയുമാകുന്നു. അല്ലദീ എന്ന് പറഞ്ഞാൽ അതായത് ഏതൊരുവനാണ്. കഴിഞ്ഞ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറഞ്ഞു. അതിനുള്ള വിശദീകരണമാണ് അല്ലദീ, ഏതൊരുവനാണ് അവൻ. ലഹു, അവനാകുന്നു മുൽക്കുസ് സമാവാത്ത്, ആകാശങ്ങളുടെ രാജാധിപത്യമുള്ളത്, വൽ അർദി, ഭൂമിയുടെയും, വല്ലാഹു, ആ അല്ലാഹു ആകട്ടെ അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങൾക്കും, ഷഹീദുൻ, ദൃക്സാക്ഷിയാകുന്നു എന്നാണ്. ഇനി നമുക്കതിന്റെ വിശദീകരണങ്ങൾ വായിക്കാം. ആദ്യമായി ഇമാം തൊബരി റഹ്മഹുല്ല പറയുകയാണ്, വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ യഖൂലു തആല ദിക്റുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വചനത്തിലൂടെ പറയുന്നത് വമാ വജദ ഹഉലാഇൽ കുഫാർ അല്ലദീന ഫതൽ മുഅ്മിനീന അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഅ്മിനീങ്ങളെയും വിശ്വാസിനികളെയും എല്ലാം പ്രയാസപ്പെടുത്തുകയും അവരുടെ മേൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത ഈ കുഫാറുകളായുള്ള ആളുകൾക്ക് ഈ വിശ്വാസികളിൽ വിശ്വാസമല്ലാതെ മറ്റൊന്നും തന്നെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. ബിന്നാരി ഫീ ഷൈഇൻ, അഥവാ അവരെ കത്തി നശിപ്പിക്കുവാൻ, അവരെ കത്തിച്ചു ചാമ്പലാക്കി കളയുവാൻ മാത്രമുള്ള പാപങ്ങളൊന്നും അവരുടെ ഭാഗത്ത് ഈ സത്യനിഷേധികൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. വല ഫഅലു ബിഹിം മാ ഫഅലു ബിസബബിൻ, ആ സത്യനിഷേധികൾ അവരുടെ മേൽ അഴിച്ചുവിട്ട അക്രമങ്ങൾ അതൊരിക്കലും തന്നെ ഇവർ വിശ്വാസികളായി എന്നൊരൊറ്റ കാരണത്തിൽ ഒതുക്കി നിർത്താൻ കഴിയും വിധത്തിലുള്ള ശിക്ഷയല്ല എന്നാണ്. അവർ ചെയ്തത് ഇല്ലാ മിൻ അജലി അന്നഹും ആമനൂ ബില്ലാ, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുകയാണ് ചെയ്തത്. അതാണ് അല്ലാഹു പറഞ്ഞത് ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാ, അഥവാ ലിഅന്നൽ മഅന ഇല്ലാ ഈമാനുഹും ബില്ലാ, ആ അല്ലാഹുവിൽ ഈമാനുള്ളവരായി വിശ്വാസികളായി എന്ന കാരണം മാത്രമേ അവർക്ക് ഈ വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സത്യവിശ്വാസികളായുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ
അവരുടെ വിശേഷണമെന്നോണം ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. കാരണം അതാണ് അവരുടെ ആകെയുള്ള വിശേഷണം. അവരുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിൽ വിശ്വാസികളായി മാറി, അള്ളാഹുവിൽ വിശ്വസിച്ചവരായി മാറി എന്നത് മാത്രമാണ് അവരുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ കാര്യമായി കൊണ്ട് അള്ളാഹു എടുത്തു പറയുന്നത്. ശേഷം ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു അൽ അസീസ് ഹമീദ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞു. അൽ അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപശാലിയാണ് എന്ന് പറഞ്ഞാൽ യഖൂലു അശ്ശദീദു ഫി ഇന്തിഖാമിഹി മിമ്മൻ ഇന്തഖമ മിൻഹു, അഥവാ അള്ളാഹുവിന്റെ ദാസന്മാരെ ആക്രമിച്ചവർ ആരാണോ, അവരുടെ മേൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടതാരാണോ, അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരമുള്ളവനാണ്, അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന ഒരു സ്വരത്തിലാണ് അൽ അസീസ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അതേപോലെ തന്നെ അതിന്റെ ശേഷം പറഞ്ഞു അൽ ഹമീദ്, അഥവാ സ്തുത്യർഹനാണ് എന്ന് പറഞ്ഞു. അൽ മഹ്മൂദ് ബി ഇഹ്സാനിഹി ഇലാ ഖൽഖിഹി, തന്റെ സൃഷ്ടികൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഏതൊരു നന്മയാകട്ടെ തിന്മയാകട്ടെ വിശ്വാസികളായുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് അവരുടെ വിശ്വാസം മുതൽ സകല കർമ്മങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നവനാണ് എന്ന ഉദ്ദേശത്താലുമാണ് അൽ ഹമീദ് എന്ന് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നാണ്. വീണ്ടും അടുത്ത വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞു അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അഥവാ അല്ലദീ ലഹു സുൽത്താനുസ് സമാവാതി സബ്അ വൽ അർദീന വമാ ഫീഹിൻ, ആകാശങ്ങളും ഭൂമികളുമായുള്ള സകല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളെല്ലാം തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ്. അതിന്റെ രാജാധികാരം റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമാണ്. അതിനാൽ തന്നെ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, ഏതൊരു കാര്യം ആകാശഭൂമികളിൽ വെച്ച് നടക്കുന്ന, അതിന്റെ അപ്പുറത്ത് വെച്ച് നടക്കുന്ന ഏതൊരു കാര്യമായാലും ശരി, എത്ര നിസ്സാരമായ കാര്യമായാലും ശരി, അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ടറിയുന്നവനാകുന്നു, അതിനെല്ലാം അള്ളാഹു ദൃക്സാക്ഷിയാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ വല്ലാഹു അലാ ഫിഅലി ഹഉലാഇൽ കുഫാർ മിൻ അസ്ഹാബിൽ ഉഖ്ദൂദ് ബിൽ മുഅ്മിനീന അല്ലദീന ഫതനൂഹും ഷാഹിദുൻ, അഥവാ ഈ സത്യനിഷേധികളായുള്ള ആളുകൾ ആരുടെ മേലാണോ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത് അവരെ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കിക്കാണുന്നവരാകുന്നു. അവർ ചെയ്ത സകല പ്രവൃത്തികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നതാണ് എന്നാണ്. അപ്പൊ ലോകത്ത് നടക്കുന്ന ഏതൊരു പ്രവൃത്തിയായാലും ഏത് സൃഷ്ടികളുടെ മേൽ നടക്കുന്ന അക്രമമായാലും ശരി, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കാണുന്നവനാണ്. അതിനെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല വഹുവ മുജാസിഹിം ജസാഅഹും, അതിന് തക്കതായ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യുന്നതാണ് എന്നാണ്. ഇനി നമുക്ക് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളയുടെ വിശദീകരണത്തിൽ നിന്ന് വായിക്കാം. അദ്ദേഹം പറയുകയാണ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്ന് പറഞ്ഞാൽ ഐ മാ അൻകറ ഹഉലാഇൽ ലദീന സഅറുൻ നാറ ബിഅജ്സാദി ഹഉലാഇൽ മുഅ്മിനീന ഇല്ലാ ഹാദാ, അഥവാ സത്യവിശ്വാസികളായുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് സത്യനിഷേധികളായുള്ള ആളുകളുടെ ശരീരങ്ങൾക്ക് യാതൊരു പോറലും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഭാഗത്തു നിന്ന് ഒരക്രമവും സത്യനിഷേധികളുടെ മേൽ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നില്ല. സത്യവിശ്വാസികളായുള്ള ആളുകളെ കത്തിച്ചു നശിപ്പിച്ചു കളയുവാൻ മാത്രമുള്ള ഒരു അക്രമവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നാണ്. മറിച്ച് അവർ ചെയ്തത് ഇല്ല അന്നഹും ആമനു ബില്ലാഹി അസ്സ വജൽ ഇല്ല യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം. വഹാദൽ ഇൻകാർ അഹഖു അൻ യുൻകർ, എന്നാൽ ഈ ഒരു കാര്യമാകട്ടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ആകട്ടെ, അത് സത്യനിഷേധികളായുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ അതിനോട് ശത്രുത വെച്ച് പുലർത്തുവാൻ അവർ ഏറ്റവും ബാധ്യസ്ഥരായുള്ളവർ തന്നെയാണ്. അഥവാ മറ്റെന്തിനേക്കാൾ അപ്പുറം അവരുടെ മനസ്സിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ശത്രുത വെച്ചു പുലർത്തുവാൻ കാരണമാകുന്ന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരൊറ്റ ആശയം എന്നതാണ്. കാരണം لأن المؤمن بالله العزيز الحميد يجب أن يساعد ويعان وأن تسهل له الطريق. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ യഥാർത്ഥ രീതിയിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ അവന്റെ മേൽ അവന് സഹായങ്ങൾ നിഷേധിക്കപ്പെടുവാനും അവന്റെ മുന്നിലുള്ള വഴികൾ അത് മറ്റു സൃഷ്ടികളാൽ കുടുസതയുള്ളതാക്കപ്പെടുവാനുമെല്ലാം കാരണമാകും എന്നതാണ്. അത് പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചതുപോലെ അതൊരു പക്ഷേ കത്തിജ്വലിക്കുന്ന
തീയിലേക്ക് അവനെ നിക്ഷേപിക്കപ്പെടുവാനും അത് കാരണമായേക്കാം. അതിനേക്കാൾ വലിയ ശത്രുതയിലേക്കും അവനെ എത്തിച്ചേക്കുവാനും സാധ്യതയുണ്ട്. അതാണ് ഫലാ ശക്ക അന്ന ഹാദാ ഉദ്വാനുൻ കബീർ. അവരുടെ ശരീരങ്ങളിലേക്ക് വേദനയുണ്ടാക്കിയിട്ടില്ല എങ്കിലും, അവരുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തിയിട്ടില്ല എങ്കിലും, മറ്റുള്ള ചെയ്ത്തുകളൊന്നും അവരുടെ ഭാഗത്തേക്ക് അക്രമമായി കൊണ്ട് വിശ്വാസികൾ നടത്തിയിട്ടില്ല എങ്കിലും, വിശ്വാസികളായുള്ള ആളുകൾ അവരുടെ വിശ്വാസവും അവരുടെ ആചാരവും മുറുകെ പിടിച്ച് അവരുടെ ആശയവും ഉയർത്തിപ്പിടിച്ച് നടന്നാൽ തന്നെ സത്യനിഷേധികൾക്ക് സത്യവിശ്വാസികൾ ശത്രുതയുള്ളവരായി മാറുവാൻ അത് മാത്രം തന്നെ കാരണമാകുന്നതാണ് എന്നാണ്. അപ്പൊ വിശ്വാസികളായുള്ള ആളുകൾ അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് നടന്നാൽ തന്നെ അത് സത്യനിഷേധികൾക്ക് ഏറ്റവും വലിയ ശത്രുതയുണ്ടാക്കുവാൻ കാരണമാകും എന്ന് ചുരുക്കം. എന്നാൽ ഈ വിശ്വാസികളായുള്ള ആളുകളാകട്ടെ ആരെയാണോ ആരാധിക്കേണ്ടത്, ആരാധനക്കർഹനായിട്ടുള്ളത് ആരാണോ അവരെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ, അവന് മാത്രമേ ആരാധനകൾ അർപ്പിക്കുന്നുമുള്ളൂ. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരാകുന്ന സകല സൃഷ്ടികളെയും പടച്ചുവിട്ടിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് അല്ലാഹു മനുഷ്യരെ തന്നെ സൃഷ്ടിച്ചത് എന്നാണ്. അപ്പോ അത് നിർവഹിക്കാത്തിടത്തോളം കാലം മനുഷ്യൻ അവന്റെ ബാധ്യത നിർവഹിക്കാത്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയോട് അവൻ അക്രമം ചെയ്യുന്നവനുമാണ്. ആ ഒരു ബാധ്യത നിർവഹിക്കുമ്പോഴാകട്ടെ സത്യനിഷേധികളായുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ രീതിയിൽ തന്നെ അക്രമങ്ങൾ വിശ്വാസികൾക്ക് ഏൽക്കേണ്ടി വരികയും ചെയ്യും. എന്നാൽ ആ അക്രമങ്ങളൊന്നും വകവെക്കാതെ റബ്ബ് സുബ്ഹാനഹു തആലക്ക് നൽകേണ്ട ബാധ്യത വൃത്തിയായി ഭംഗിയായി നിർവഹിക്കുമ്പോൾ മാത്രമാണ് ആ മനുഷ്യൻ പൂർണ്ണമായി ബാധ്യത നിർവഹിക്കുന്നവനായി മാറുന്നത്. അപ്പോഴാണ് അവന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അവൻ സാക്ഷാത്കരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ പറയുന്നുണ്ട്, ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്നതിന് വിശദീകരണം നൽകുന്നു. അൽ അസീസ് എന്ന് പറഞ്ഞാൽ ഹുവൽ ഗാലിബുൽ ലദീ ലാ യഗ്ദിബുഹു ഷൈഉൻ. അല്ലാഹു സുബ്ഹാനഹു തആല പ്രതാപശാലിയാണ്. അല്ലാഹുവിനേക്കാൾ അതിജയിക്കുന്നവൻ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മേൽ അധികാരം വെക്കുന്നവൻ മറ്റാരും തന്നെ ലോകത്തില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ലഹുൽ ഗലബതു വൽ ഇസ്സ, അവന്റെ മേലാണ് സകല പ്രതാപവും ഉള്ളത്. എല്ലാ അധികാരങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മേലാണുള്ളത്. അത് ഏത് സൃഷ്ടികളായാലും ശരി, എല്ലാവരുടെ മേലും റബ്ബ് സുബ്ഹാനഹു തആല പ്രതാപശാലിയാകുന്നു. അവരെക്കാളൊക്കെ അല്ലാഹു അതിജയിക്കുന്നവനാണ് എന്നാണ്. മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു തആല സൂറത്തുൽ മുനാഫിഖൂനിലെ 8-ാമത്തെ വചനത്തിൽ പറയുന്നതായി കൊണ്ട് കാണാം, വലമ്മാ ഖാലൽ മുനാഫിഖൂൻ, മുനാഫിഖീങ്ങൾ പറയുകയാണ്, ലഇൻ റജഅനാ ഇലൽ മദീനത്തി, ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങി വന്നാൽ, ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ, അവിടെയുള്ള നിന്ദ്യന്മാരെ, അവിടെയുള്ള പ്രതാപശാലികൾ അവരെ പുറത്താക്കുന്നതായിരിക്കും എന്നാണ്. അപ്പൊ അവർക്ക് മറുപടി എന്നോണം റബ്ബ് സുബ്ഹാനഹു തആല ആ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി, അല്ലാഹു സുബ്ഹാനഹു തആലക്കാണ് ഇസ്സത്തുള്ളത്, പ്രതാപമുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പ്രതാപമുള്ളത്. വലിൽ മുഅ്മിനീന, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്കാകുന്നു പ്രതാപമുള്ളത്. പക്ഷേ മുനാഫിക്കീങ്ങളായുള്ള ആളുകൾ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല എന്നാണ്. അപ്പൊ ശരിയായ പ്രതാപം അത് അല്ലാഹുവിന്റെ അരികിലാണുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരികിലാണുള്ളത്. ആ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിലുമാണ് ശരിയായ പ്രതാപമുള്ളത്. ആ പ്രതാപം നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. സത്യനിഷേധികളായുള്ള ആളുകൾ എത്ര കണ്ട് വലിയ അക്രമങ്ങൾ സത്യവിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിച്ചാലും ശരി, ശരിയായ പ്രതാപം നേടിയെടുക്കുവാൻ വിശ്വാസം കൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ശേഷം അല്ലാഹു പറഞ്ഞ വിശേഷണം അൽ ഹമീദ് അഥവാ ബിമഅന അൽ മഹ്മൂദ്, സ്തുത്യർഹനായിട്ടുള്ളവൻ, സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഫല്ലാഹു സുബ്ഹാനഹു തആല മഹ്മൂദുൻ അലാ കുല്ലി ഹാലിൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഏതവസ്ഥയിലായാലും ശരി, എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു സ്തുതിക്കപ്പെടുന്നവൻ തന്നെയാണ്. അപ്പൊ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏത് അവസ്ഥകൾ കടന്നു വന്നാലും റബ്ബ് സുബ്ഹാനഹു തആലയെ സ്തുതിക്കുന്നവനാണ് എന്നാണ്. വകാന മിൻ ഹദി നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം അന്നഹു ഇദാ ജാഅഹു മാ യുസറു ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്, പ്രവാചകന് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅ്മതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത്. ഏതൊരുവന്റെ നിഅ്മത്ത് കൊണ്ടാണോ അനുഗ്രഹം കൊണ്ടാണോ
സ്വാലിഹാത്തുകൾ നല്ല കാര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ളത് അവനാകുന്നു, ആ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നർത്ഥം വരുന്ന പ്രാർത്ഥന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷവേളകളിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാൽ വഇദാ ജാഅഹു ഖിലാഫു ദാലിക്, അതിന് വിപരീതമായിട്ടുള്ള സന്താപമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസമുള്ള കാര്യങ്ങൾ കടന്നു വന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന അർത്ഥം വരുന്ന പ്രാർത്ഥനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ സന്തോഷവേളകളിൽ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅ്മതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത് എന്ന പ്രാർത്ഥനയും, സന്താപവേളകളിൽ പ്രയാസമുണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക എന്നത് പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ആ സന്ദർഭത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി അതിനുശേഷം 10-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. തീർച്ചയായും സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും മർദ്ദിച്ച് പ്രയാസത്തിലാക്കുകയും പിന്നീട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്തവർ, അവർക്ക് ശക്തമായ രീതിയിലുള്ള നരകശിക്ഷയുണ്ട്, അവർക്ക് ചുട്ടുകരിക്കുന്ന ശിക്ഷയും ഉണ്ട് എന്നാണ്. ഇന്ന തീർച്ചയായും അല്ലദീന യാതൊരു വിഭാഗം ആളുകൾ ഫതനു അവർ കുഴപ്പത്തിലാക്കി അല്ലെങ്കിൽ പ്രയാസത്തിലാക്കി മർദ്ദിച്ചു അൽ മുഅ്മിനീന സത്യവിശ്വാസികളെയും വൽ മുഅ്മിനാത്തി സത്യവിശ്വാസിനികളെയും സുമ്മ പിന്നീട് ലം യതൂബു അവർ പശ്ചാത്തപിച്ചതുമില്ല, അങ്ങനെയിരിക്കെ അവർ മരിക്കുകയും ചെയ്തു, ആ അവസ്ഥയിലായിരിക്കെ അവർ മരണപ്പെട്ടു പോയി. ഫലഹും അങ്ങനെയാണെങ്കിൽ അവർക്കുണ്ട് അദാബു ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷ അവർക്കുണ്ട്, നരകത്തിന്റെ ശിക്ഷ അവർക്കുണ്ട്. ഫലഹും അവർക്കുണ്ട് അദാബുൽ ഹരീഖ് ചുട്ടരിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ കരിച്ചിലിന്റെ ശിക്ഷ അവർക്കുണ്ട് എന്നാണ്. ഇമാം തബരി റഹ്മഹുല്ലാഹ് പറയുന്നു, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ ഐ ഇന്നല്ലദീന ഇബ്തലവുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബില്ലാഹി ബിതഅദീബിഹിം വഇഹ്റാഖിഹിം ബിന്നാർ. തീ കൊണ്ട് സത്യവിശ്വാസികളായുള്ള ആളുകളെ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും അതല്ലാത്തതുമായ രീതിയിൽ അവരുടെ മേൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ആളുകൾ, അവരെ പരീക്ഷിച്ചവരായ ആളുകൾ, തീർച്ചയായും അവർക്കുണ്ട് ശക്തമായ രീതിയിലുള്ള ശിക്ഷ അവർക്കുണ്ട് എന്നാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സുമ്മല്ലം യതൂബു അവർ ഭാവിയിൽ തൗബ ചെയ്ത് മടങ്ങിയിട്ടുമില്ല എങ്കിൽ, അവരുടെ മരണത്തിന്റെ മുമ്പായി അവർ ചെയ്തിരുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങാതെ അവർ അങ്ങനെ മരണപ്പെട്ടു പോവുകയും ചെയ്തുവെങ്കിൽ ഫലഹും അദാബു ജഹന്നം അവർക്ക് ജഹന്നമിന്റെ ശിക്ഷയുണ്ട്. അത് ഫിൽ ആഖിറത്തി, അത് ആഖിറത്തിലാണ്, അഥവാ പരലോകത്ത് അവർക്ക് ശക്തമായ നരകത്തിന്റെ ശിക്ഷ അവരുടെ മേൽ ഉണ്ടായിരിക്കുന്നതാണ്. വലഹും അദാബുൽ ഹരീഖ് ഫിദ് ദുനിയ, ഹരീഖ് അഥവാ ചുട്ടരിക്കുന്ന ശിക്ഷ ദുനിയാവിലും അവർക്കുണ്ടായിരിക്കും എന്നാണ്. വല്ലാഹു തആല അഅലം. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് ഇതിന് നൽകിയിട്ടുള്ള വിശദീകരണം നോക്കാം. قال بعض السلف انظر إلى حلم الله عز وجل يحركون أولياءه ثم يعرض عليهم التوبة. അഥവാ ഈ വചനം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് ചെയ്യുന്ന അതിയായ അനുകമ്പയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നാണ്. കാരണം യുഹദ്ദിഖൂന ഔലിയാഅഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണത്താൽ അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായ വിശ്വാസികളെ അവർ കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞു. സുമ്മ യഅ്രിദു അലൈഹിമു തൗബ, അതിനുശേഷം അവരുടെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് തുറന്നു കൊടുക്കുകയാണ്. അഥവാ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരം അവർക്ക് അള്ളാഹു നൽകുകയാണ്. ഇനി അവരെങ്ങാനും തൗബ ചെയ്തു പോയാൽ വ ഇൻ താബു അവർ തൗബ ചെയ്താൽ ഫലാ ശൈഅ അലൈഹിം അവർ ചെയ്ത തെറ്റുകളെല്ലാം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. ഫതഅമ്മൽ യാ അഖി ഹിൽമല്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് കാണിക്കുന്ന അനുകമ്പ അത്രയും വലുതാണ് എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ കുഫാറുകളായുള്ള ആളുകൾ സത്യവിശ്വാസികളായുള്ള ആളുകളെ നരകത്തിലിട്ട് വെന്ത് നശിപ്പിച്ചു കളയുകയാണ്. ഈ കത്തിച്ചു കളയുക എന്ന് പറഞ്ഞാൽ വത്തഹ്രീഖു അശദ്ദു മാ യകൂനു മിന തഅദീബ്, ഏറ്റവും ശക്തമായ ശിക്ഷയാണ് ഒരു മനുഷ്യന് ദുനിയാവിൽ ഒരു മറ്റൊരു മനുഷ്യൻ നൽകുന്ന ഏറ്റവും വലിയ ശക്തമായ ശിക്ഷയാണ് കത്തിച്ചു കളയുക എന്നത്. അപ്പൊ അത് തന്റെ ഔലിയാക്കളുടെ മേൽ തന്നിൽ വിശ്വസിച്ച ആളുകളുടെ മേൽ അവർ നടപ്പാക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബക്കുള്ള അവസരം തുറന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിൽമിനെ അല്ലെങ്കിൽ സഹനത്തെ അത് വ്യക്തമായി തുറന്നു കാണിക്കുന്നുണ്ട് എന്നാണ്.
എന്നാൽ അവർ പശ്ചാത്തപിക്കാത്ത രീതിയിലാണ്, ആ ഒരു അവസ്ഥയിലായിക്കൊണ്ടാണ് അവർ മരണപ്പെടുന്നത് എങ്കിൽ, അവർ അവരുടെ കുഫ്റിലായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയാണെങ്കിൽ ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ് ലിഅന്നഹും അഹ്റഖു ഔലിയാ അല്ലാഹ്. അവർ അള്ളാഹുവിന്റെ കുറ്റമിത്രങ്ങളായുള്ള യഥാർത്ഥ വിശ്വാസികളെ അവർ ഉപദ്രവിച്ചു എന്ന കാരണം അവിടെ ശക്തമായ രീതിയിൽ അള്ളാഹു പരിഗണിക്കുകയും അതിന് അനുസൃതമായുള്ള ശിക്ഷ അവരുടെ മേൽ ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അഥവാ വിഫാഖായുള്ള രീതിയിൽ, അതിനനുയോജ്യമായ രീതിയിൽ അള്ളാഹു അവരുടെ മേൽ ശിക്ഷ ചൊരിഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഫലഹും അദാബു ജഹന്നം എന്ന് പറഞ്ഞാൽ ഐ അദാബുൻ നാരി യുഅദ്ദബൂന ബിഹാ, നരകത്തിന്റെ ശിക്ഷ അത് അവരെ ആസ്വദിപ്പിക്കുന്നതാണ്. വലഹും അദാബുൽ ഹരീഖ് എന്ന് പറഞ്ഞാൽ യുഹ്റഖൂന ഫിന്നാർ, അഥവാ ആ നരകത്തിൽ അവർ ചുട്ടരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും, അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. നസ്അലുല്ലാഹൽ ആഫിയ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ ഒരു വചനത്തിൽ വഫിൽ ആയത്തി ഇശാറത്തുൻ ഇലാ അന്ന തൗബ തഹ്ദം മാ ഖബലഹാ, അഥവാ തൗബ പശ്ചാത്താപത്തിന്റെ മഹത്വം ഈ ഒരു വചനത്തിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. തൗബ ചെയ്തു കഴിഞ്ഞാൽ മുമ്പ് ചെയ്ത എത്ര വലിയ പാപങ്ങളാണെങ്കിലും ശരി, അത് റബ്ബ് സുബ്ഹാനഹു വതആല പുറത്തു തരുന്നതായിരിക്കും. പക്ഷെ കേവലം ഒരു തൗബ ചെയ്ത് പശ്ചാത്താപം അതിന്റെ നിബന്ധനകൾ പാലിക്കാത്ത വിധം തൗബ ചെയ്താൽ അതൊരിക്കലും തന്നെ ഈ ഗണത്തിൽ പെടുകയും ഇല്ല. അതുകൊണ്ട് വലാകിൻ യാ ഇഖ്വാനി, പ്രിയ സഹോദരങ്ങളെ, ലാ ബുദ്ദ അൻ നഅലം അന്ന തൗബ ലാ തകൂനു തൗബതൻ നസൂഹൻ മഖബൂലതൻ ഇൻദല്ലാഹ്. നമ്മൾ ചെയ്യുന്ന തൗബ, പശ്ചാത്താപങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ സ്വീകാര്യയോഗ്യമാകും വിധത്തിലാണ് നാം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അഥവാ തൗബയുടെ നിബന്ധനകൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് അതേപടി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. 5 നിബന്ധനകളാണ് തൗബയുടേതായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമത്തേത് അൽ അവൽ അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ ബി അൻ യകൂന അൽ ഹാമിൽ ലിൽ ഇൻസാൻ അല തൗബതി ഖൗഫല്ലാഹി അസ്സ വജൽ വറജാഅ സവാബിഹി. അഥവാ നമ്മൾ തൗബ ചെയ്യുന്നത് അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് മറ്റുള്ള സൃഷ്ടികളുടെ പങ്ക് അല്ലെങ്കിൽ മറ്റുള്ള സൃഷ്ടികളിലേക്ക് നമ്മൾ അതിന്റെ പങ്ക് നൽകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ലിഅന്നൽ ഇൻസാൻ ഖദ് യതൂബു മിനൽ ദംബി മിൻ അജ്ലി അൻ യംദഹു അന്നാസ്, ചില ആളുകൾ തൗബ ചെയ്യുമ്പോൾ അത് റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കണം എന്ന ഇഖ്ലാസ് അവന്റെ മനസ്സിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചില ആളുകളിൽ നിന്നും അവൻ എന്ത് ചെയ്യുന്നുണ്ടാകും, ചില നല്ല സംസാരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകും. ഔ മിൻ അജ്ലി ദഫ്ഇ മദിമത്തിൻ നാസി ലഹു, അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ആക്ഷേപിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഔ മിൻ അജ്ലി മർതബത്തിൻ യസിലു ഇലൈഹ, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ച ഒരു പദവിയിലേക്ക് എത്തുവാൻ വേണ്ടി മറ്റുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിടുവാൻ ചില വേണ്ടാത്തരങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നത് പോലെ അഭിനയിക്കുന്നവരുണ്ടാകാം. ഔ മിൻ അജ്ലി മാലിൻ യഹ്സുലു അലൈഹി, അല്ലെങ്കിൽ അവന് ചില സാമ്പത്തിക താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ആ രീതിയിൽ പെരുമാറുന്നവരുണ്ടാകാം. കുല്ലു ഹഉലാഇ ലാ തുഖ്ബൽ തൗബതു, അത്തരത്തിൽ തൗബ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കൃത്യമായ ഇഖ്ലാസ് ഇല്ലാതെ റബ്ബ് സുബ്ഹാനഹു വതആലയിലേക്കുള്ള ആ ഒരു നിയ്യത്ത് അത് കൃത്യമാക്കാതെ തൗബ ചെയ്താൽ ഒരു പക്ഷേ അതൊന്നും സ്വീകരിക്കപ്പെടുന്നതല്ല എന്നതാണ്. അതെന്താ സ്വീകരിക്കപ്പെടാത്തത്? അന്ന തൗബ യജിബു അൻ തകൂന ഖാലിസതൻ ലില്ലാഹി അസ്സ വജൽ, കാരണം തൗബ എന്നുള്ളത് അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷ കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം തൗബ ചെയ്യേണ്ടത് എന്നാണ്. വഅമ്മാ മൻ അറാദ ബിഅമലിഹി ദുനിയ, ആരെങ്കിലും തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഭൗതിക ലോകത്തെ ചില നേട്ടങ്ങളാണ് താല്പര്യം വെക്കുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ തആല യഖൂലു ഫി കിതാബി, അല്ലാഹു സൂറത്ത് ഹൂദിലെ 15-16 വചനങ്ങളിലൂടെ പറഞ്ഞു, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ, ഭൗതിക ജീവിതത്തിലെ ചില അലങ്കാരങ്ങളും ആ ഭൗതിക ജീവിതവും ഒക്കെയാണ് ചിലർ ആഗ്രഹിക്കുന്നത് എങ്കിൽ നുവഫി ഇലൈഹിം അഅ്മാലഹും ഫീഹാ, അവർക്ക് ആ ഭൗതിക ജീവിതത്തിൽ തന്നെ അത് നാം പൂർത്തിയാക്കി നൽകുന്നതായിരിക്കും. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, എന്നാൽ അത്തരത്തിലുള്ള ആളുകളാകട്ടെ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ല അന്നാർ, അവർ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവർക്ക് നരകം മാത്രമേ ബാക്കിയുണ്ടായിരിക്കുകയുള്ളൂ. അവരുടെ പ്രവർത്തനങ്ങൾ അതിനുള്ള പ്രതിഫലം അവിടെ നിന്ന് അവർക്ക് ലഭിക്കുകയില്ല എന്നാണ്. അപ്പൊ തൗബയുടെ ഒന്നാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ അത് അൽ ഇഖ്ലാസു ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നിഷ്കളങ്കമാക്കിക്കൊണ്ട് തൗബ ചെയ്യുക എന്നതാണ്. രണ്ടാമത്തെ നിബന്ധന അന്നദ്മു അലാ മാ ഹസല മിനദ് ദംബ്, താൻ ചെയ്ത പാപം അത് ആ പാപത്തിൽ അവൻക്ക് ഖേദമുണ്ടായിരിക്കലാണ്.
بمعنى أن لا يكون الإنسان كأنه لم يذنب ما يتحسر ولا يحزن لا بد أن يندم. അഥവാ അവനൊരു പാപം അറിയാതെ ചെയ്തു പോയാൽ, അല്ലെങ്കിൽ അവന്റെ മാനസികാവസ്ഥക്ക് അനുസൃതമായി കൊണ്ടൊരു തെറ്റ് അവൻ ചെയ്തു പോയി എങ്കിൽ അതിന് അവന് കൃത്യമായ ഒരു ഖേദം അവന്റെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയും അതേപോലെ തന്നെ അല്ലാഹുവിന്റെ പാരത്രിക ലോകത്ത് അവൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള നരക ശിക്ഷയുമെല്ലാം ഭയന്നുകൊണ്ട് അവൻ ചെയ്ത തെറ്റിൽ ഖേദം അർപ്പിക്കേണ്ടതുണ്ട്. അവന്റെ മനസ്സിൽ കരുതുകയും വേണം, കൈഫ അസി റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് എങ്ങനെ ധിക്കാരം പ്രവർത്തിക്കുന്നു. വഹുവല്ലദീ ഖലഖനി, അവനല്ലേ എന്നെ സൃഷ്ടിക്കുന്നത്, വറസഖനി, എനിക്ക് റിസ്ക് നൽകുന്നത് അവനാണ്, വഹദാനി, എനിക്ക് സന്മാർഗം മുന്നിൽ കാണിച്ചു തരുന്നത് അവനാണ് എന്നിങ്ങനെ അവൻ ആലോചിച്ച് അള്ളാഹുവിന്റെ അളമത്തും അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യവുമെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഫയന്തിം, അവൻ ഖേദം അർപ്പിക്കേണ്ടതുണ്ട്. കമാ ലൗ അസൽ ഇൻസാൻ അബാഹു ഫഇന്നഹു യന്ദം, അഥവാ ഒരു മനുഷ്യൻ തന്റെ ഉപ്പയോട് തെറ്റ് ചെയ്താൽ ആ ഉപ്പയോട് ചെയ്ത തെറ്റ് ആലോചിച്ചുകൊണ്ട്, ആ ഉപ്പയാണല്ലോ എന്നെ വളർത്തി വലുതാക്കുന്നത് എന്നിങ്ങനെ അവൻ ഖേദിച്ച് മടങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ അഗാധമായിക്കൊണ്ട് അവൻ തന്റെ റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവൻ മടങ്ങേണ്ടതുണ്ട് എന്നാണ്. മൂന്നാമത്തേത് അവൻ ചെയ്തു പോയ ആ തെറ്റ് അത് അവന്റെ ജീവിതത്തിൽ നിന്നും വേരോടെ പിഴുതെറിയേണ്ടതുണ്ട്. അഥവാ ഒരു പാപത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവൻ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല, ആ തൗബ അള്ളാഹു പരിഗണിക്കുകയില്ല എന്നാണ്. കാരണം തൗബ ചെയ്ത് മടങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ അവൻ മടങ്ങുന്നവനാണ്, റാജി ആണ്, അവൻ ആ തെറ്റിൽ നിന്നും മടങ്ങി വരികയാണ്. അഥവാ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ ഞാൻ ധാരാളം റിബ ഭക്ഷിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ പലിശയുമായി ഇടപഴകുന്ന വ്യക്തിയാണ്, അള്ളാഹുവെ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു, എനിക്ക് നീ തൗബ, എന്റെ തൗബ നീ സ്വീകരിക്കണേ, എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ. പക്ഷേ അവനാകട്ടെ ഈ പലിശ ഇടപാടിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയുമാണ് എങ്കിൽ ഫഹൽ തസിഹു തൗബതുഹു ലാ തസിഹു തൗബതുഹു, ഒരിക്കലും തന്നെ അവന്റെ തൗബ അത് അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല എന്നാണ്. അതേപോലെ തന്നെ ലൗ ഖാല അസ്തഗ്ഫിറുല്ലാഹ മിനൽ ഗീബ, അല്ലാഹുവേ ഗീബത്ത് പരദൂഷണം പറയുക എന്ന ചെയ്ത്ത് എന്റെ ജീവിതത്തിൽ ധാരാളമുണ്ട്, അല്ലാഹുവേ ഞാൻ അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, എനിക്ക് നീ പുറത്തു തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ വൽ ഗീബത്തു ദിക്റുക അഖാക ബിമാ യക്റഹ്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ, പരദൂഷണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇല്ലാത്ത അവസ്ഥയിൽ അവനെ കുറിച്ച് അവൻ വെറുക്കുന്ന കാര്യങ്ങൾ പറയലാണ്. അഥവാ എന്റെ സഹോദരൻ ഇവിടെ ഇല്ല എങ്കിൽ എന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട് അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ മറ്റുള്ള ആളുകളോട് പങ്കുവെക്കുമ്പോൾ അതാണ് ഗീബത്ത്. അതവനിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വലാകിന്നഹു ഫീ കുല്ലി മജ്ലിസിൻ യഗ്താബുൻ നാസ്, ജനങ്ങളോട് ഇങ്ങനെ ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവനിങ്ങനെ തൗബ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൽ തസിഹു തൗബതുഹു, അവന്റെ തൗബ സ്വീകരിക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. കൈഫ തസിഹു വഹുവ മുസിറൻ അലാ മഅസിയ, ആ പാപത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫലാ ബുദ്ദ അൻ യുഖ്ല, അത് വേരോടെ പിഴുതെറിയൽ അനിവാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം കൂടി അദ്ദേഹം പഠിപ്പിച്ചു തരികയാണ്. ഇദാ താബ മിൻ അക്ലി അംവാലിൻ നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച മറ്റൊരു കാര്യമാണ് മോഷണം എന്നത്. അപ്പോൾ ജനങ്ങളുടെ സമ്പത്തിൽ നിന്നും അവരറിയാതെ മോഷ്ടിച്ചെടുക്കുകയും അത് ജീവിതത്തിൽ അവന്റെ രക്തത്തിൽ അവൻ കലർത്തുകയും ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള മോഷണം എന്റെ ജീവിതത്തിലുണ്ട്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അവനാകട്ടെ ഇങ്ങനെ മോഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അവനാകട്ടെ മറ്റുള്ള ആളുകളുടെ സമ്പത്ത് എടുക്കുന്നു, വഞ്ചിച്ചുകൊണ്ടും അതേപോലെ തന്നെ പറ്റിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ സമ്പത്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫഹൽ തസിഹു തൗബതുഹു, അവന്റെ തൗബ സ്വീകരിക്കപ്പെടുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഹത്താ യറുദ്ദഹു, അവൻ ആ സമ്പത്ത് ആരിൽ നിന്നാണോ എടുത്തത് അവനിലേക്ക് അത് തിരിച്ചു കൊടുത്താലല്ലാതെ അവന്റെ തൗബ സ്വീകരിക്കപ്പെടുന്നതല്ല. ഹത്താ യറുദ്ദ മാ അഖദ മിൻ അംവാലിൻ നാസ് ഇലൻ നാസ്, ജനങ്ങളിൽ നിന്നും എത്രയാണോ എടുത്തത് അത്ര തന്നെ അവരുടെ പക്കലേക്ക് തിരിച്ചേൽപ്പിച്ചാലേ അവന്റെ തൗബ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ്. അപ്പൊ മോഷ്ടിച്ചുകൊണ്ടും അതേപോലെ തന്നെ കള്ളപ്പണമായിക്കൊണ്ടും മറ്റുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ടും സമ്പാദിക്കുന്ന ഓരോ രൂപയും അത് മറ്റുള്ളവരുടേത് തന്നെയാണ്. എത്ര നമ്മൾ ഉപയോഗിച്ചാലും അത് മറ്റുള്ളവരുടേത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് മുഴുവൻ ഹറാമായിരിക്കും, അതൊരിക്കലും അത് നമുക്ക് അനുവദനീയമാകുന്നില്ല എന്നാണ്. അത് അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിക്കുന്നത് വരെ നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന്. അത്രയും ഗൗരവമാണ് ആ വിഷയം.
അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇനി നാലാമത്തെ നിബന്ധനയായിക്കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചു തരികയാണ്, ആ ഒരു പാപത്തിലേക്ക് താൻ മടങ്ങി വരികയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ ഒരു മനുഷ്യൻ തൗബ ചെയ്തു, തൗബ ചെയ്തു, പക്ഷെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു അവസരം ഇനി അവന് കിട്ടിയാൽ അവൻ ആ പാപത്തിലേക്ക് തിരിച്ചു പോകും എന്ന മാനസികാവസ്ഥയാണ് എങ്കിൽ അവന്റെ തൗബയും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. മറിച്ച് അവൻ ദൃഢനിശ്ചയം ചെയ്യേണ്ടതുണ്ട്, അവൻ ഒരിക്കലും ഇനി എത്ര വലിയ അവസരങ്ങൾ കിട്ടിയാലും ഞാൻ ആ പാപത്തിലേക്ക് തിരിച്ചു വരില്ല, അങ്ങനെ അവൻ ദൃഢനിശ്ചയം ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അത് നമ്മൾ മേലെ പറഞ്ഞ ഏത് തിന്മയായാലും ശരി, ഏത് ഗീബത്തായാലും, അതേപോലെ തന്നെ മോഷണമാണെങ്കിലും, മറ്റുള്ളവരുടെ പേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൈസ എന്റെ മുന്നിൽ ഇങ്ങനെ തുറക്കപ്പെട്ട് കഴിഞ്ഞാലും അവിടെ ആരുമില്ല എങ്കിലും പൂർണ്ണമായും സാഹചര്യം എനിക്ക് അനുകൂലമായിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നൊരു രൂപ പോലും എടുക്കാൻ ഞാൻ തയ്യാറാവുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുന്നിടത്തോളം കാലം അവന്റെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. ഇനി അവസാനമായിക്കൊണ്ട് അഞ്ചാമത്തെ നിബന്ധനയായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് അൻതകൂന തൗബ ഫീ വഖ്തിൻ തുഖ്ബൽ ഫീഹി തൗബ. അവൻ പശ്ചാത്തപിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വതആല പശ്ചാത്താപം സ്വീകരിക്കുന്ന വേളയിലായിരിക്കണം. കാരണം ലിഅന്നഹു യഅതി ഔഖാത്തുൻ മാ തുഖ്ബൽ ഫീഹ തൗബ. പശ്ചാത്താപം സ്വീകരിക്കപ്പെടാത്ത ചില സന്ദർഭങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കൂല. ഏതൊക്കെയാണ് അത്? ഇൻതബിഹു ലിഹാദ ശർത്തിൽ അഖീർ. ഏതൊക്കെയാണ് അവസരങ്ങൾ? തഅതി ഔഖാത്തുൻ ലാ തുഖ്ബൽ തൗബത്തുൽ ഇൻസാൻ. ഒരു മനുഷ്യന്റെ തൗബ സ്വീകരിക്കപ്പെടാതിരിക്കുന്ന രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്നാമത്തേത് ഇദാ ഹദറഹുൽ മൗത്ത് ഫഇന്ന തൗബതഹു ലാ തുഖ്ബൽ. ഒരു മനുഷ്യന്റെ മരണം, അവന്റെ സമയം അവനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇ നമുക്ക് കാണാം 18-ാമത്തെ വചനം, വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. അഥവാ ഒരു മനുഷ്യന്റെ അരികിലേക്ക് അവന്റെ മരണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അല്ലാഹുവേ ഞാനിതാ തൗബ ചെയ്യുന്നു, ഈ ഒരു വേളയിൽ റബ്ബേ ഞാനിതാ പശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പൊ ആ മോശം പ്രവർത്തനം ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര കണ്ട് വിലപിച്ചാലും ആ ഒരു സമയത്ത് അല്ലാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല എന്നാണ്. രണ്ടാമത്തേത് വൽഹാലുസാനി ഇദാ തലഅത്തി ശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ ഫഇന്ന ശംസി ഇദാ തലഅത് മിൻ മഗ്രിബിഹാ വറആഹ അന്നാസ് ആമനു. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അത് കാണുകയും ചെയ്താൽ പിന്നെ ഏതൊരു മനുഷ്യന്റെയും തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതോടുകൂടി തൗബയുടെ കവാടം പരിപൂർണമായും കൊട്ടിയടക്കപ്പെടുന്നതാണ്. അവിടെ ഏതൊരു മനുഷ്യൻ വിശ്വസിച്ചവരായുണ്ടോ, ഏതൊരു മനുഷ്യൻ നേരത്തെ തൗബ ചെയ്തവരായിട്ടുണ്ടോ അവരുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വതആല നിബന്ധനകൾ ഒത്തിട്ടുണ്ട് എങ്കിൽ സ്വീകരിക്കുകയും പിന്നീട് അതിനനുസൃതമായി ഓരോരുത്തർക്കും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും. സൂറത്തുൽ അൻആമിലെ 158-ാമത്തെ വചനമാണ് അതിന് തെളിവായി കൊണ്ട് പണ്ഡിതന്മാർ എടുത്തു ധരിക്കുന്നത്. ഇപ്പോ ശുറൂത്ത് ഖബൂൽ തൗബ ഖംസത്തുൻ. അപ്പോ ഒരു തൗബ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം ഒരു മനുഷ്യരിൽ നിന്നും സ്വീകരിക്കപ്പെടുന്ന 5 നിബന്ധനകളാണ് നാം പറഞ്ഞു വെച്ചത്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപങ്ങളിൽ നിന്നും മോചിതരാകുവാൻ പരിശ്രമിക്കുക. നസ്അലുല്ലാഹ അൻ യുഈനനാ വഇയ്യാകും അലാ തഹ്ഖീഖിഹാ. അത്തരത്തിൽ ഈ 5 നിബന്ധനകളും പാലിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.